പുതിയ ഈ സമയം നമ്മൾ ചെയ്യുമ്പോൾ പുതു നമ്മൾ GTA ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രാങ്ക്ലിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിന്ന് നമ്മളിന്ന് GTA പോകാൻ പോകുന്ന ഒരു ട്രിപ്പ്. യെസ് ട്രിപ്പ്. നമ്മളിപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ എന്താ പറയുക, കാറൊക്കെ പോകണമല്ലോ. പിന്നെ റോഡിൽ കാറല്ലാതെ പിന്നെ എന്താ പോകുന്നത്. ഓക്കെ, നമ്മളെന്തായാലും ഫ്രാങ്കിലെ കാറൊക്കെ റെഡിയാണ്, സീനാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ജസ്റ്റ് നോക്കാം നമുക്ക്. കാരണം നമ്മളെല്ലാം ഇതാണ് ലാസ്റ്റ് റൈഡ് ഗൈസ്. ഒരു വലിയായിട്ട് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നത് ചിലപ്പോൾ ബിസിനസ്സൊക്കെ ആയിട്ട് ഫാമിലി ചിലപ്പോൾ പോകും. പക്ഷേ ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളിങ്ങനെ പോകുന്നത്. ചോപ്പിനെ കൊണ്ട് ചിലപ്പോഴേ നമ്മളിങ്ങനെയൊക്കെ പോകുള്ളൂ. എന്തായാലും ഒരു നല്ലൊരു റൈഡ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മളെന്തായാലും നല്ലോണം പോട്ട്. ചോപ്പ് അവിടെയാണോ? ചോപ്പേ റെഡിയാണോ? നമ്മൾ ചോപ്പിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡിക്കിയിൽ ഓൾറെഡി ഇതൊക്കെ വെച്ച്. ഓക്കെ, ഇതൊക്കെ ഡിക്കിയിൽ നമ്മൾ വെച്ച് ഓൾറെഡി. ഇനി ചോപ്പേ നമ്മൾ പിന്നെ ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടല്ലോ, ഇതിനകത്ത് നമ്മൾ പോകുന്നത്. ആൻഡ് നമ്മളെന്തായാലും ഈ ഡിക്കിയിൽ ഇതെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്തായാലും ചോപ്പേ പോവാം. ചോപ്പേ നമുക്കെന്തായാലും പോവാം. ചോപ്പ് നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് തിരിക്കട്ടെ. ചോപ്പ് വെയിറ്റ്. മാൻ ഓക്കെ, നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി നേരം എടുത്താൽ ഇല്ല, നമ്മൾ ലേറ്റ് ഒന്നുമില്ല എന്നാലും. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ പോകാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ആക്ച്വലി പോകാൻ പോകുന്നത് മൗണ്ട് ചില്ലിയാടിലേക്കാണ് നമ്മൾ ട്രിപ്പ് പോകാൻ പോകുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കൊള്ളുക. നമ്മളെന്തായാലും മാപ്പിൽ കാണിച്ചുതരാം ഞാൻ എവിടെ പോകുന്നതെന്ന്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഈ ഒരു സ്ഥലത്ത് നമ്മൾ മൗണ്ട് ചില്ലിയാടിലാണ് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ഇവിടെയൊക്കെ കേബിൾ കാറിലൊക്കെ പോകാൻ ഞാൻ വിചാരിച്ചു. എന്നാലും നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ലെസ്കോ ഭയങ്കര വലിയ ട്രിപ്പായിരിക്കും. ഓക്കെ, ഈ വണ്ടി വെച്ചാൽ പറ്റുള്ളൂ. മറ്റേ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയാൽ ഓഫായി പോകാം. മാൻ നമ്മളങ്ങനെ ചോപ്പിന് ഇവിടെ എന്താ ഇറങ്ങണം എന്നൊക്കെ അവൻ കുരയ്ക്കുന്നുണ്ടാവുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാം. ഓക്കെ, ചോപ്പേ ഈ ബോളൂടി അങ്ങോട്ടിറിയാം. ചോപ്പേ അങ്ങോട്ടറിയാം. പിടി സ്റ്റോപ്പിന് ഒരു സന്തോഷമാവാനാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫ്രാങ്ക്ലിന് ബോറാണ് കേസ് കൊടുത്തിട്ട്. ഫ്രാങ്കിൽ മൈക്കിളൊക്കെ മറ്റേ ഇവിടെ ദൂരെയൊക്കെ പോയേക്കുക, ഈ കൺട്രിയിലോട്ടൊക്കെ പോയേക്കുക. പിന്നെ ഡ്രൈവറാണെങ്കിൽ ഇവിടെ ഒന്നും സ്ഥലത്തൊന്നും ഇല്ല, അവൻ വരുത്തുമില്ല. അതുകൊണ്ട് നമുക്കെന്തായാലും ഒറ്റയ്ക്ക് ചോപ്പ് മാത്രമല്ല നമ്മുടെ കളിക്കാൻ. കുറച്ച് ദൂരം അറിയാം. ചോപ്പ് അവിടെ പോയി അല്ല, ആ ഒരു ആൾ നടക്കുന്നില്ല, അവിടെ പോയി എഴുതി. ഓക്കെ, ലെറ്റ്സ് ഗോ ചോപ്പ്. ഓക്കെ, പോയി പിടിച്ചോണം. അല്ല ഇവിടെ ഇട്ടേക്കാം. ചോപ്പേ ഇതെടുത്തോ. അയ്യോ സോറി അത് ഇവിടെ ഇട്ട് പോയതാ. ചോപ്പേ ബോളിങ് അങ്ങനെ കുറച്ച് ദൂരിട്ടാലോ, അവിടെ പോയിട്ട് അയാളുടെ ഒരു അല്ല ആ ബാസ്ക്കറ്റിൽ തട്ടുന്ന രീതിയിൽ. ചോപ്പേ പോയി എടുക്കടാ. ചോപ്പേ അയ്യോ സോറി എന്താടാ മോഡാണോ നിനക്ക്? ഞങ്ങൾ ഇടിക്കാൻ തോന്നണ്ട. ചേട്ടാ എന്താടാ ഫ്രാങ്കിലോണാണ് അടി. എന്താടാ മോനെ, ഫ്രാങ്കിലും അടിക്കാൻ പോയി. ചോപ്പേ കഴിയാ പിന്നല്ലാതെ. മാൻ ചോപ്പേ കയറാ. മാൻ നമ്മളങ്ങനെ ഡ്രിഫ്റ്റൊക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഫ്രാങ്കിൽ എത്രയും മാസം വേണം ഗൈസ്. ഫ്രാങ്കിൽ മാസമായി പിന്നെ മാസിൻ്റെ ഗോഡാവും. കണ്ട ഓറ ഫാമിങ്ങാണ്. ഫാം എടുത്ത് ഫ്രാങ്ക്ലിൻ കൊണ്ടുപോയി. നമുക്കെന്തായാലും കോമ്പറ്റീഷൻ നിർത്തി നമുക്ക് പോവാം. ഓക്കെ, ചേട്ടാ മാറി നിൽക്കുക ചേട്ടാ, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യണം. നമ്മൾ മൗണ്ട് ചില്ലിയാടിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ രാത്രിയാവും, ഇരുട്ടായാൽ പിന്നെ നമ്മൾ ടോർച്ച് പോലും ഇല്ല നമ്മുടെ കയ്യിൽ. അതുകൊണ്ടാണ്. അയ്യോ ഗൈസ്, ഇടയ്ക്ക് വെച്ച് നമ്മൾ ആരും അറിയാമെന്ന് ഇടിച്ചോ ഗൈസ്. അവിടെ ഇടിച്ചില്ല ആക്ച്വലി, അയാളെന്തോ നമ്മൾ അയാൾ വണ്ടിയിൽ വന്ന് ഇടിച്ചു ഗൈസ്. ലിറ്ററലി നമ്മുടെ ഒരു കുഴപ്പമില്ല, പോലീസ് വരുന്നുണ്ട്. ഓ മാൻ, അവിടെ പോടെ ഹെൽത്ത് പോടാ, ചത്തി അവിടെ നമ്മളൊന്നും ചെയ്ത പോലില്ലടാ. അയാളാടാ വന്ന് ചത്തടാ, ഫ്രാങ്ക് ചത്ത്. പ്ലീസ് ബ്രോ പ്ലീസ്. എടാ ഫ്രാങ്കിലെ പോലീസ് പിടിച്ച്. എടാ ആരടാ അങ്ങനെ ചെയ്യുന്നത്? ചോപ്പ് എടാ, നമ്മുടെ ചോപ്പിനെ പിടിച്ചടാ മാൻ. നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചോപ്പ് പോലീസുകാരെ സാർമാരെ ചോപ്പെന്തേ? എന്നെ തല്ല സാർമാരെ. എൻ്റെ പട്ടി എന്തേ? ചോപ്പെന്തേ? ഇതെന്ത് പാർക്കിംഗ് സ്ലോട്ടാടാ? മാറ്റടാ എൻ്റെ ഗേറ്റ്. എൻ്റെ ചോപ്പിനെ തിരിച്ചാടാ. ഞാൻ ഈ സ്റ്റേഷൻ കത്തിക്കും. താടാ എൻ്റെ ചോപ്പിനെ. താടാ പ്ലീസ്. എടാ അകത്തെ എന്തൊക്കെയോ സൗണ്ടുകൾ നടക്കുന്നടാ.
ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എടാ എന്തെങ്കിലും ചെയ്യടാ ചോപ്പേ. ഗൈസ് നമ്മുടെ ചോപ്പ് എന്ത് ചെയ്യും ഗൈസ്? നമ്മൾ ഈ ഒരു കാറ് സീൽ ചെയ്ത് നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിലെത്തി. മൈക്കിളിനെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് നോക്കുക ഗൈസ്. മൈക്കിളെ ഹെൽപ്പ് ചെയ്യണാ ഗൈസ്. ഈ ഗേറ്റ് പൊട്ടിയിട്ടൊക്കെ മൈക്കിള്. വാവ്, എന്ത് നല്ല ഭാഗ്യമല്ലേ. ഇവിടെ വേറെ വല്ല വഴിയുണ്ടോ ഗൈസ്? ഈ വഴി കൂടെ ഒന്ന് പോവാം. എടാ ഒന്നും മിണ്ടുന്നില്ലടാ മൈക്കിൾ. എടാ എന്ത് ബാഡ് ലക്കാണ് നമുക്ക്. ലിറ്ററലി നമ്മളെ കണ്ണൊന്നും ഇപ്പോൾ കുത്തി. അങ്ങനെയൊക്കൊന്നും പറയാനില്ലടേ. പിന്നെ കയറിയിട്ടുണ്ടാകത്ത് എന്തായാലും നമുക്ക് വയ്യ ഗൈസ്. എനിക്ക് ലിറ്ററലി വയ്യ. ഈ ഫ്രാങ്ക് കുറേ നടന്ന ചോപ്പിനെ തപ്പി. ഇപ്പോഴാണെങ്കിൽ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഇവിടെ ഫുൾ ലോക്കാണല്ലോ. പക്ഷെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് അകത്തുനിന്ന്. എടാ പട്ടിനെ കൊടുത്ത് കളയടോ. ആ ഫ്രാങ്കിലൊന്ന് പൊട്ടനടോ. അവനെൻ്റെ വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ പൊട്ടനെ ഞാൻ ഓടിച്ച് പൊട്ടിച്ചുണ്ടല്ലോ. ആ പട്ടീനെ കത്തിച്ചോളടാ. പിന്നെ അല്ലാതെ ആ പട്ടീനെ വല്ല വെള്ളത്തിൽ ഇട്ട് ഒറ്റ മുക്ക് നോക്കടാ. ഓ പോടാ അവൻ്റെ പട്ടി കടന്ന്. പിന്നല്ലാതെ എൻ്റെ വണ്ടി എടുത്തോണ്ട് പോയി. ഇവർ എൻ്റെ പട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഫ്രാങ്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു. അപ്പോൾ മൈക്കിളിന് എന്തോ ഒരു പണിയുണ്ട്. ഈ ഒരു രണ്ട് സംഭവത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട് മൈക്കിളിന്. എന്തോ ഒരു ജോലിയുണ്ട് മൈക്കിളിന്. നമ്മളന്ന് മറ്റേ മൈക്കിളിൻ്റെ കാർ എടുത്തുകൊണ്ട് പോയതിനാണ് കഴിച്ചു ഇവർ പറയുന്നത്. അന്ന് നമ്മൾ മൈക്കിൾ എന്നിട്ട് തിരിച്ച് കൊടുത്തായിരുന്നു. മൈക്കിളെ നമ്മൾ മൈക്കിളിനെ ഹെൽപ്പ് ചെയ്തൊക്കെ ആയിരുന്നു. ഈ ട്രിപ്പൊക്കെ കൊണ്ടുപോയതാണ് മൈക്കിളിനെ. ഇനിയിപ്പോൾ മൈക്കിളെ നീ ചത്ത് ഗൈസ്. എടാ ലമാറിനെ വിളിക്കേണ്ടി വരും. മൈക്കിളെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. എല്ലാ കണ്ണും കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കൊല്ലുന്നില്ല. നമുക്ക് ലമാറിനെ ഒന്ന് വിളിക്കാം. ഓക്കെ, ലമാറിനോട് നമുക്ക് വിളിച്ചിട്ടുണ്ട്. ലമാറിനെ വിളിക്കണം. ലമാറിനെ നമുക്ക് വിളിച്ചിട്ടില്ലേ? ഒരു കാര്യം പറയാനുണ്ട്. ലമാറേ ഒരു കോളെടുക്കാം. ലമാറേ ഒരു ഹെലികോപ്റ്ററും കൂടെ ഒന്ന് അയച്ചോടോ. എന്തിനോടോ? എടാ നീ ഒന്ന് ചോദിക്കാതെ ഞാൻ ഇന്ന് ഒരു ആവശ്യത്തിന് പെട്ടെന്നായി കേട്ടോ. ഒരു ബ്ലാക്കായി കാരണം. ഓക്കെ, പിന്നെ മറ്റേ മൈക്കിളിൻ്റെ വീടിൻ്റെ അവിടെ ഇങ്ങോട്ട് അയച്ചോ. അവിടെ ശരിയൂടോ. പക്ഷേ എത്ര രൂപ ആവുന്ന ഞാൻ ചോദിക്കട്ടോ. ഓക്കെ, ശരി. ഓക്കെ. ഇപ്പം അയക്കും നമ്മുടെ പ്ലെയിൻ. ഹെലികോപ്റ്റർ. എടേ ലമാർ ഇങ്ങോട്ടാടാ പ്ലെയിൻ അയച്ചു. അകത്തോട് ഒന്നുകൂടെ എല്ലാവരും നോക്കും നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇന്ന് കൺട്രോൾ ചെയ്യുന്ന പാടാ. ഫ്രാങ്കിലങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ എടാ മൈക്കിളെ നിൻ്റെ വീട് ഇപ്പം ഞാൻ കത്തിച്ചളയും. ഓക്കെ ഗൈസ്, RPG എടുക്കുക. ഞാൻ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മൾ പോലീസ് പിടിക്കാൻ പെട്ടെന്ന് വന്നു. ഓക്കെ, പക്ഷെ എനിക്ക് അറിഞ്ഞൂടോ. കുഴപ്പമില്ല. പിന്നെ ഒരു മാസം കൂടെ മൈക്കിളെ. ഓക്കെ, ആദ്യത്തെ ഡോർ പൊട്ടിച്ചു. ലെറ്റ്സ് ഗോ. ഇനി കുറച്ച് ഗ്രനേഡ് ആവട്ടെ. ഓക്കെ, 1 2 കുറച്ച് കാർ പൊട്ടിത്തെറിക്കിട്ട് പിന്നെ ഇവിടെ ഓക്കെ കുറച്ച് ബോംബ് എക്സ്പ്ലോഷൻസ് എല്ലാം ഉണ്ടാവും. ഓക്കെ ഫ്രാങ്കിലെ പിന്നെ നമുക്ക് എവിടെ ചെയ്യേണ്ടത്? മൈക്കിളിൽ കാറൊന്ന് പൊട്ടിക്കണം. പിന്നെ ഇവിടെ ഈ തീയൊക്കെ ഒന്ന് പൊട്ടിക്കണം. പിന്നെ RPG എടുക്കുക. ഈ മേളത്തെ ഭാഗം ഒന്ന് പൊട്ടിക്കണം. ഓക്കെ, അവിടെ തീ പിടിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാർ എന്തെങ്കിലും ഒറ്റ കിടക്കുന്നത് കാറേ പൊട്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. എല്ലാം പൊട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. കുറച്ചും കൂടെ തീ വരട്ടെ. ലെറ്റ്സ് ഗോ. ഇനി കുറച്ചും കൂടെ ബുള്ളറ്റ് ഉണ്ട്. ഓക്കെ, ഇനി എന്തോ നമ്മുടെ ഹെലികോപ്റ്റർ പോയോ? കുഴപ്പമില്ല. പോലീസ് ഇപ്പോൾ വരും. ഒരു സീനുമില്ല. ഓക്കെ ഗൈസ്, പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഓക്കെ, ഇതെനിക്ക് ചെയ്യേണ്ടി വരും. ചോപ്പേ സോറി.